ഹായ് ഫ്രണ്ട്സ്, ബിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബിവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഹായ്, ഇനിതാ ഞാൻ ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് പാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സോൻപപ്പടി അല്ലെങ്കിൽ നമുക്ക് പഞ്ഞിമുട്ടായൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൂട്ടിൻ്റെ കയറെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ എൻഡിൽ ഒന്ന് ഉരുക്കി കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ കയറായതുകൊണ്ട് എൻഡിൽ ഒരു പിന്നിപ്പോവാനും ഇവിടെ കൂർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കേണ്ടത്. കൈ പൊള്ളരുത്, ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാത്രം ഇതേപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് തന്നെ വേണം. നിങ്ങൾ ജൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം അതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. കൈ പൊള്ളാൻ പാടില്ല. ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ പൊള്ളാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒട്ടിക്കിട്ടാൻ കുറച്ച് അല്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇതങ്ങ് എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. സെൻറ്റർ പോർഷനൊന്ന് ഫിക്സ് ചെയ്യാൻ മാത്രമേ സമയമെടുക്കുള്ളൂ. ബാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ കുറേ ക്രാഫ്റ്റ് വീഡിയോസ് വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നുള്ള ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതേപോലെ താഴെ അടിയിലായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അതവിടെ ഒട്ടിച്ച് എടുക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് പൊള്ളാൻ സാധ്യതയുള്ളത് കൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗം മുഴുവനായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡിലും ഇതേപോലെ ചെയ്യണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ പോർഷൻ മുഴുവൻ ഇതേപോലെ കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് മുഴുവനായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് ഉരുക്കി കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് എൻഡ് പോർഷനും നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 3 പീസ് ഇത് റോപ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ മുടി പിന്നിയിടുന്നത് പോലെ പിന്നിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിൽ ഒരു ചെറിയ ഒരു കമ്പി ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഒരു കമ്പിയില്ലേ, അതെടുത്തിട്ട് അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി കമ്പിയില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടഞ്ഞു കൊടുക്കുക. മുടി മടയുന്നത് പോലെ മടയുക. ഇതിൻ്റെ മറ്റേ അറ്റം വരെ ഇങ്ങനെ മടഞ്ഞെടുക്കണം. എന്നിട്ട് മറ്റേ അറ്റത്ത് ഇതേപോലെ തന്നെ ഒരു കമ്പി കെട്ടിക്കൊടുക്കുക. നേരിയ കമ്പിയാണ്. എന്നിട്ട് ഉരുക്കി അതിൻ്റെ എൻഡൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കിയിട്ടുള്ള ഈ ഒരു പിടി ഇതിന്മേൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക.
അപ്പം ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ക്ലിപ്പ് ഇട്ടൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടുന്നത് വരെ അങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എൻഡിലും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇതാ അടുത്ത എൻഡും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ക്രാഫ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സർക്കിൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കണം. ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 3 സർക്കിളാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പിന്നെ സെൻറ്ററിൽ കൂടി മടക്കുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കുക. അതേപോലെ അടുത്ത പീസും ചെയ്യുക. അങ്ങനെ 3 പീസും ഒരു ഫ്ലവറിന് വേണ്ടി ഇങ്ങനെ മടക്കി എടുക്കുക. അതിനുശേഷം ഒന്നാമത്തെ പീസ് എടുത്ത് ഇതേപോലെ രണ്ടാമത്തെ പീസ് ഉള്ളിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലായി മൂന്നാമത്തെ പീസും വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഇതിനെല്ലാം ഒന്ന് നിവർത്തി കൊടുക്കണം. വളരെ എളുപ്പമാണ്. നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഫ്ലവർ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കൊരു 3 എണ്ണം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് കട്ട് ചെയ്യേണ്ടത്. ഗ്രീൻ കളറിലുള്ള A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യുക. ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ ലീഫിനെയൊക്കെ ഇതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു സെൻറ്റർ പോർഷൻ എടുത്ത് ഫ്ലവറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒട്ടിച്ചെടുക്കുക. അടുത്ത ഫ്ലവറും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും അതേപോലെ ലീഫും ഇഷ്ടമുള്ള ഒരു രീതിയിലാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇതാ നമ്മളായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്നാണ് നമ്മൾ ഇത്ര ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.